ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ കർണാടകയിൽ ഒരു പ്രശ്നമുണ്ട്. ഉസ്താദ് ഒരു സ്റ്റുഡൻസിനെ മദ്രസയിലെ ഒരു സ്റ്റുഡൻസിനെ അടിച്ചിനി പറഞ്ഞിട്ട്. ഓക്കെ, അതിനെ കൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ആക്കുന്നുണ്ട്. വേറെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാനുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അറിയാം. ഉസ്താക്കന്മാർ അടിച്ചിനി, ഒരു സ്റ്റുഡൻസിനെ അടിച്ചിനി. നിങ്ങൾക്ക് മദ്രസക്ക് അയക്കാൻ പറ്റുന്നില്ല, അങ്ങനെ നിങ്ങൾ അയക്കണ്ട. ഈ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ ഇസ്ലാം മതപരമായിട്ട് പറയുന്നല്ല, അറിയുന്നവർക്ക് അറിയുന്നത്. ഇസ്ലാമിൽ പഠിക്കുന്ന അറബി പഠിക്കുന്ന വേർഡുണ്ട് കുറേ സംഭവം. ഫിക്ക്, പിന്നെ സർഫാക്കല്, പിന്നെ ഫയലു ഫയലത്ത ഫയൽ, അതെല്ലാം തല്ലുവീന്ന് തന്നെ 100% തജ്വീദ്, ഇതെല്ലാം പഠിക്കുമ്പോൾ നമ്മളെ മലയാളം പോലല്ല. അറബി വേർഡ് വേറെ തന്നെ, മലയാളം പോലല്ല. അപ്പൊ അതുകൊണ്ട് ഉസ്താദന്മാർ അടിക്കേണ്ടി വരുന്ന്. അത് അടിച്ചില്ല അത് പഠിക്കാല. അല്ലാതെ ഏതെങ്കിലും ഉസ്താദ്മാർ അടിച്ചിട്ട് കൊന്ന ചരിത്രം ഉണ്ടായി? അണക്കെല്ലാം വീണ പൊളിയില്ലേ പള്ളിയിൽ മദ്രസയിൽ? അണക്ക് നല്ലോണം പൊളി വീണ്. എന്നെ അടിച്ച ഉസ്താദ് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാൻ ഉസ്താദിനെ കാണുമ്പോ ഇല്ലേ, എനിക്ക് ഇപ്പോഴും പേടിയുണ്ട്. എനിക്ക് ഇപ്പോഴും ഉസ്താദോട് സ്നേഹമുണ്ട്, ഉസ്താദിന് എന്നോടും സ്നേഹമുണ്ട്. അറിഞ്ഞാ പഠിപ്പിച്ചത് ഫയലു ഫലത്ത ഫല ഫല ഫല്, അത് അറിഞ്ഞവർക്ക് അറിയാം. അതെല്ലാം പഠിക്കണമെങ്കിൽ കുറെ സംഭവമുണ്ട്. അത് സന്ധി എന്ന് പറയുന്നത് കന്നഡത്തിൽ പറയുമ്പോൾ എനിക്ക് മലയാളത്തിന്റെ വേർഡ് അറിയില്ല. ഇങ്ങനെ ലോപസന്ധി, സന്ധി, അങ്ങനത്തെ കുറെ സംഭവമുണ്ട്. അതുപോലത്തെ അറബി വേർഡാണ്. ഈ അറബി വേർഡെല്ലാം അടിവ്യാതെ പഠിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ തലക്ക് കയറുന്നില്ല. അങ്ങനത്തെ കുറെ തജ്വീദ്, അതെല്ലാം പഠിക്കണമെങ്കിൽ അത് പിന്നെ ഉണ്ട് നമ്മളതിൽ അറബി വേർഡ് കുറെ സംഭവങ്ങളുണ്ട്. ആ സംഭവം എല്ലാം പഠിക്കണമെങ്കിൽ കുറെ അടി സംഭവം എല്ലാം വേണ്ടാണ്. ഇപ്പൊ എന്നെ അടിച്ചത്രയൊന്നുമില്ലേ, ഇതുപോലത്തെ കുറെ 90 കിഡ്സ് 80 കിഡ്സിന് വീണത്ര പൊടിയില്ല മദ്രസയിൽ ഒരാൾക്കും വേണ്ടിണ്ടല്ലോ. ഇപ്പൊ 2K കിഡ്സിന്റെ പിള്ളേർക്ക് അടിക്കുമ്പോൾ പോരുന്ന ആൾക്കാർ വന്നിട്ട് അടിക്കുന്നത്. എനിക്കും അമ്മാവന്മാരുണ്ട്, എനക്കുണ്ട് ഇച്ചാമാര്, എനക്കുണ്ട് ഇളാമാരെ മൂത്തമാരെ മക്കൾ. ഉസ്താനെ പോയിട്ട് അടിച്ചിട്ടില്ല. അണക്ക് ഇഷ്ടം പോലെ പൊളി വേണ്ടി ഒരു പ്രശ്നമായിട്ടില്ല. ഇപ്പം ഇങ്ങനെയാണ് ഉസ്താക്കന്മാർ ഒരിക്കലും. പിന്നെ ഉസ്താക്കന്മാർ ചെയ്യുന്ന കുറെ സംഭവങ്ങൾ ന്യൂസിലെ കാര്യത്തിൽ അതിലേക്കൊന്നും നമ്മൾ യോജിക്കുന്നില്ല. ഇത് അങ്ങനെ അതിന് സത്യസന്ധത എന്തും അറിയില്ല. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ അടിക്കുന്നത് ഉസ്താക്കന്മാർ, ഞാൻ ഉസ്താക്കന്മാരെ കൂടെ. കാരണം എന്താ പറഞ്ഞെങ്കിൽ അത് പഠിക്കണ അത്ര ഇതുണ്ട്. പിന്നെ നിങ്ങൾ പഠിക്കുന്ന, ഓക്കെ, നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നില്ല, നിങ്ങളെ ഇഷ്ടത്തിൽ നിങ്ങൾ പഠിപ്പിച്ചോ. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, നിങ്ങൾ ഉപ്പ വിദ്യാഭ്യാസം ഉണ്ട്, പോലെ തന്നെ പഠിപ്പിച്ചോ. അല്ലാതെ മദ്രസയിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പറയുന്നില്ല. പിന്നെ ഉമ്മക്ക് വിദ്യാഭ്യാസം ഉമ്മ പഠിപ്പിച്ചോ ഖുർആൻ കാര്യങ്ങളെല്ലാം. പക്ഷെ മദ്രസ കാര്യങ്ങളിൽ പോകുമ്പോൾ ഞാൻ എന്റെ ഒപ്പിനാണ് പറയുന്നത്. അത് ഉസ്താക്കന്മാർ പറയുന്ന സ്വാഭാവികോ. തജ്വീദെല്ലാം പഠിക്കണമെങ്കിൽ അത്ര തന്നെ പണിയുണ്ട്. ഇപ്പൊ ഖുർആൻ ഓതണമെങ്കിൽ ഓരോരോ ഹായത്ത്, ഓരോരോ ഇതെല്ലാം പഠിക്കണമെങ്കിൽ അത്ര ഇതുണ്ട്. സെദ് മദ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് പഠിക്കണമെങ്കിൽ അത്ര തന്നെ അത് വരുന്നില്ല നമുക്ക്. അത് പറഞ്ഞെങ്കിൽ അടി ഇപ്പൊ തല്ല് വീണെങ്കിൽ തച്ച് പൊന്നു മോനെ നീ പഠിച്ചതൊന്നും ഒരിക്കലും പഠിക്കാല. ആ പഠിക്കുന്ന ആ ഒരു വേർഡ് അറബിയിൽ പഠിപ്പിക്കണമെങ്കിൽ അത്ര തന്നെ അടി വീണു എന്നെങ്കിലും നമുക്ക് എല്ലാ സംഭവങ്ങളും പറയാൻ പറ്റൂ, പഠിക്കാൻ പറ്റൂ. അത് പഠിക്കണ കാലത്തല്ലാതെ ഉസ്താക്കന്മാരെ മെക്കിട്ട് കയറി നിങ്ങൾ ഏതെങ്കിലും ഉസ്താദ്മാർ നിങ്ങളെ പുരയിൽ വന്നിട്ട് പറഞ്ഞാ നിങ്ങളെ മക്കളെ അയച്ചോ ഞാൻ പഠിപ്പിക്കണം? ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം അറബി നല്ല ഇതൊരു പഠിക്കണമെങ്കിൽ നിങ്ങൾ ഉസ്താദ്മാരെ അടുത്ത് പോകണം. അങ്ങനല്ല നിങ്ങൾ പ്രശ്നമാക്കുന്ന, നിങ്ങളെ മോനെ തല്ലി അമ്മാവൻ വന്ന് ചോദിക്കുന്നു, കാക്ക വന്ന് ചോദിക്കുന്നു, ഈ കാക്കമാർ ചോദിക്കുന്നു, അടിക്കുന്നു. അടിക്കാതെ എങ്ങനെ പോയി പഠിപ്പിക്കുന്നത്? ബാബുന് മോനെ നീ എന്താ ഇതാണ് ഹദബുൻ അബുൻ എന്നെല്ലാം പഠിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും പഠിക്കാൻ പറ്റില്ല അങ്ങനൊന്നും. ഓരോരു എന്ത് നിങ്ങൾ പറയുന്നത്, ഇതിൽ എത്ര കമന്റ്സുകൾ, എത്ര ഇതാണ് അറിയോ ബാഡ് നല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക്. 98 കിഡ്സോട് പഠിപ്പിക്കും ഇസ്ലാം എങ്ങനെ പഠിപ്പിച്ചിരുന്നത്, അറബി എങ്ങനെ പഠിച്ചിരുന്നത്. അതല്ലാതെ വെറുതെ എങ്ങനെ പറഞ്ഞ പുസ്തകം മറമേക്കിട്ട് കയറണ്ട. സത്യമായിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ഒപ്പിനാണ് പറഞ്ഞത്. ഓക്കെ, ബൈ.